മണ്ണും മരത്തടികളും മാലിന്യവും അടിഞ്ഞ് പൊതു ഓവുചാൽ തടസ്സപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കനത്തു പെയ്ത വേനൽ മഴയിൽ കൊടുവള്ളി പഴയ പാലം റോഡരികിലാകെ കനത്ത നാശനഷ്ടം. പേരുകേട്ട പടക്കക്കടയായ ജമീല ഫയർ വർക്ക്സ്, തൊട്ടടുത്ത സെഞ്ചുറി ഡ്രൈവിംഗ് സ്കൂൾ, ഷസ്പേഡ് സൂപ്പർമാർക്കറ്റ്, കെ ലീലയുടെ വീടിനുമാണ് കൂടുതൽ നഷ്ടം നേരിട്ടത്. കടയിൽ സ്റ്റോക്ക് ചെയ്ത പടക്കങ്ങൾ ആകെ നനഞ്ഞു കുതിർന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലായെന്ന് ഉടമ റിയാസ് പറഞ്ഞു. മഴയത്താണെങ്കിൽ ഒരു വെള്ളം നമ്മുടെ വീടിൻ്റെ ഷോപ്പിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അത് ബ്ലോക്കായിട്ട് കംപ്ലീറ്റ് വെള്ളം നമ്മുടെ ഷോപ്പിലേക്കും തൊട്ടടുത്ത ഡ്രൈവിംഗ് സ്കൂളിലേക്കും അതിന് തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റിലേക്കും അതിലേക്കും പോയത്. നമ്മൾ 3 ദിവസം ലീവായിരുന്നു, നമ്മൾ കണ്ടിട്ടായിരുന്നു. 3 ദിവസം തുറന്നിട്ടായിരുന്നു. ജില്ലാ കളക്ടറിൻ്റെ ചെറിയ ഓർഡറിൻ്റെ ഇലക്ഷനോടനുബന്ധിച്ചിട്ട് ഓർഡർ പ്രകാരം നമ്മൾ 3 ദിവസം ലീവായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തുറന്ന സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം കണ്ടത്. കണ്ടമാനം വെള്ളം ഉള്ളി നമ്മുടെ ഷോപ്പിനുള്ളിൽ കയറ്റി നമുക്ക് കണ്ടമാനം നഷ്ടം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ രാത്രിയത്തെ മഴയത്താണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇങ്ങനെ വെള്ളം ബ്ലോക്കാകാൻ കാരണം പ്രധാനപ്പെട്ടിരുന്നത് അപ്പുറത്തുള്ള ഒരു പ്രൈവറ്റ് കമ്പനീൻ്റെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടത്തേക്കാണ് സാധാരണയായിട്ട് ഈ ഡ്രെയിനേജിലെ വെള്ളം പോകുന്നതിൻ്റെ സോഴ്സ് അവർ അടച്ചതിന് ശേഷമാണ് ഇങ്ങനെ കംപ്ലീറ്റ് വെള്ളം കൊടുവള്ളി ഭാഗത്തേക്ക് ഇങ്ങനെ വന്നത്. ഈ അടിയന്തരമായിട്ട് പെട്ടെന്ന് അതിന് ആ ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ആ വെള്ളം കംപ്ലീറ്റ് കൊടുവള്ളി ഭാഗത്തേക്ക് വന്നിട്ട് എല്ലാ കടകൾക്കും എല്ലാവർക്കും നഷ്ടം ഉണ്ടാകുന്നു. ഡ്രൈവിംഗ് സ്കൂളിലെ ഫർണിച്ചറുകൾ, TV, കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെ നനഞ്ഞു കേടായി. ഉടമ വിനീതും പരാതിപ്പെട്ടു. ഇപ്പൊ വെള്ളം കയറിയിട്ട് നമ്മളെ ടേബിൾ ഒട്ടാകെ നശിച്ചു കിടക്കുന്നതാണ്. എല്ലാം പ്ലൈവുഡിന്റെ കേബിളാണ്. പിന്നെ ഷീറ്റും കാര്യങ്ങളും, പിന്നെ വയറിങ്, വൈഫൈ ഒക്കെ താഴത്തായിരുന്നു. എന്നാൽ വൈഫൈന്റെ മോഡ് അടിച്ചു പോയി. ഇപ്പൊ മൊത്തത്തിൽ നോക്കണം ഇനി എന്തൊക്കെയാ കംപ്ലൈന്റ് ഒന്നും പറഞ്ഞാൽ അറിയില്ല. അതേപോലെ ചുമരെല്ലാം വെള്ളം കുടിച്ചിട്ടുള്ളത്. പഴയ ബിൽഡിംഗാ, വീഴോ ഇല്ലയോ എന്ന് അറിയില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി നോക്കേണ്ടി വരും എങ്ങനെയാണ്. ഒന്നും പറയാൻ പറ്റില്ല, നമുക്കിപ്പോ നോക്കിയിട്ടേ പറയാൻ പറ്റും. വെച്ചാൽ ചുമരൊക്കെ പഴയ ചുമരാണ്. പിന്നെ അതൊക്കെ വെള്ളം കയറിയിട്ട് എന്താവും അറിയില്ല. ഫയലുകൾ കുറെ നശിച്ചിട്ടുണ്ട് വെള്ളം കയറിയിട്ട്. കമ്പ്യൂട്ടർ മേലെയാണൊന്നും പറ്റിയില്ല. പിന്നെ ഫയലുകൾ അടിയിൽ വെച്ച ഫയലുകളൊക്കെ വെള്ളം കയറി നശിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതല്ല ഇനി ആരൊക്കെ ലൈസൻസ് ഒറിജിനൽ മിസ്സായി, RC മിസ്സായണം ഒന്നും അറിയില്ല. ഇപ്പൊ നമ്മളൊക്കെ എല്ലായിടത്തും പുറത്തെത്തിയിട്ടാണ് ഉള്ളത്. ഇനി ബാക്കി ഇപ്പൊ നോക്കണം, കയറി നോക്കണം, എന്നാലേ പറയാൻ പറ്റും. ഷഫീഖിന്റെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങൾ നശിച്ചത് കാരണം ഇവിടെ ഏതാണ്ട് 15,000 രൂപയുടെ നഷ്ടമുണ്ടായി. ലീലയുടെ വീടിനകത്തും വെള്ളം കയറി. പഴയ പാലം റോഡിലുള്ള ഡ്രൈനേജ് തൊട്ടടുത്ത് സ്വകാര്യ വ്യക്തി ചുറ്റുമതിൽ കെട്ടിയ സ്ഥലത്തിലൂടെ കടന്നാണ് അഞ്ചരക്കണ്ടി പുഴയിലേക്ക് ചേരുന്നത്. ഇവിടെയാണ് മണ്ണും മരത്തടികളും വീണ് ഒഴുക്ക് തടസ്സപ്പെട്ടത്. വിവരമറിഞ്ഞ ഇവിടുത്തെ വാർഡ് പ്രതിനിധി K. അഷ്റഫും നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുനിൽ, മുനീർ എന്നിവരും സ്ഥലത്തെത്തി. ഓവുചാലിലെ തടസ്സം ഉടൻ നീക്കണമെന്ന് നിലവിൽ അന്യസംസ്ഥാനത്തുള്ള സ്ഥലമുടമയെ അറിയിച്ചതായി വാർഡംഗം പറഞ്ഞു. പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം ഈ കൊടുവള്ളി പ്രദേശത്തിൻ്റെത് കടലിനേക്കാൾ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് ഈ മഴവെള്ളം കോമൺ ആയിട്ട് വരുന്ന വലിയ ഫോഴ്സുള്ള മഴവെള്ളം ഈ ഡ്രെയിനേജ് വഴി ഹൈവേ കടന്ന് മറ്റൊരു ഡ്രെയിനേജ് വഴി അഞ്ചരക്കണ്ടി പുഴയിൽ എത്തിയിട്ട് മാത്രമാണ് കടലിലേക്ക് പോവുക. അതിൽ പ്രധാനപ്പെട്ട കാരണം ഭൂമിശാസ്ത്രപരമായി കടലിനേക്കാൾ താഴ്ന്ന പ്രദേശമായതുകൊണ്ടാണ്. നിർഭാഗ്യവശാൽ ഈ അടുത്ത പറമ്പെടുത്തയാൾ അത് എല്ലാ കാര്യങ്ങളൊക്കെ എന്തോ അദ്ദേഹം പ്രോപ്പർട്ടി ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മുറിച്ചിട്ട തെങ്ങും മരക്കുറ്റികളൊക്കെ കെണിഞ്ഞിട്ട് ആ ഡ്രെയിനേജ് ബന്ധായതിൻ്റെ ഭാഗമാണ് ഈ ഒരൊറ്റ മഴക്ക് പോലും ഇത്രയും വലിയ വെള്ളം കയറുകയും ഒട്ടനവധി സ്ഥാപനങ്ങൾക്ക് കേടുപാട് വരികയും അതോടൊപ്പം ഈ പടക്കക്കടയിലെ ഭീമമായ നഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തലശ്ശേരി നഗരസഭയും ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥന്മാരും അത് പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ആ പറമ്പിൻ്റെ ഓണറെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അവർ മദ്രാസിലാണുള്ളത്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് ഫ്ലൈറ്റിന് അദ്ദേഹം കണ്ണൂരേക്ക് എത്തും. ആ ഓവ്, തടസ്സം നിൽക്കുന്ന ഓവ് വെള്ളം സുഖകരമായി പോകുന്ന തരത്തിലേക്ക് ഇന്ന് വൈകുന്നേരം കൊണ്ട് തന്നെ മാറ്റിത്തരാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്.